BTSന്റെ ഗ്രാമം. ഈ ഗ്രാമത്തിന്റെ പേരാണ് ലച്ചിമൊലല്ല. ഇവിടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ആർമീസ് ആണ് താമസിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ രാത്രി ഒരാൾ ആർമി ബോംബ് പൊട്ടിച്ചു. ആരാണ് കുറ്റവാളി? ഇവിടെ ഇരിക്കുന്ന 6 പേരിൽ ഒരാളാണ് കുറ്റവാളി. അത് നമ്മുടെ സ്വന്തം ബേബി മൂച്ചിയാണോ, അതോ ഡോക്ടറായ ഹോബിയാണോ, അതോ സ്മാർട്ട് വെയിറ്റർ ആണോ, അല്ലെങ്കിൽ ഷുഗാദി ഫോട്ടോഗ്രാഫർ ആണോ, അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും കൊടീശ്വരനായ വിയാണോ, അതോ അല്ലെങ്കിൽ ഇനി ഗെയിമിന്റെ രാജാവായ ജങ്കുക്ക് ആണോന്നും ഡൗട്ടുണ്ട്. വേൾഡ് വൈഡ് ഹാൻസം ജിൻ ആണ് നമ്മുടെ ഡിറ്റക്റ്റീവ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദി സ്റ്റോറി. എല്ലാവർക്കും BTSന്റെ അത് കഴിഞ്ഞ ഹോളിൽ ഏതോ ഒരുത്തൻ തയ്ച്ചു വെച്ച കളറാണ് ഇതുവരെ പോയിട്ടില്ല. ഫിനായിൽ എല്ലാം ഒഴിച്ച് തല കഴുകിയത് എന്നിട്ടും ശരിയാവുന്നില്ല. അതാ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ. അതാ അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും കുളിക്കാറുണ്ടോ? നിങ്ങൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ടോ? ഇന്നലെ രാത്രി 200 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയ ആർമി ബോംബ് ആരോ പൊട്ടിച്ചു. ആ കള്ളനെ നിങ്ങൾ കണ്ടുപിടിക്കണം. കള്ളൻ നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. അതെ, നിങ്ങളിൽ ഒരാൾ തന്നെയാണ് കള്ളൻ. എന്താ ഇപ്പോഴും വിശ്വാസം വരുന്നില്ല? എനിക്ക് തോന്നുന്നു JK ഡോൺ ആണ് കള്ളൻ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അത് കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങളുടെ ഫയലാണ് ഞങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വേണേൽ വായിക്കാം. എനിക്ക് ഉറപ്പാ JK തന്നെയാണ് കള്ളൻ. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞ ലെറ്റർ തരാൻ പോവാണ്. നിങ്ങൾ അതെല്ലാം വായിച്ചു നോക്കുക. നിങ്ങളെക്കുറിച്ച് അതിനകത്ത് പലതും എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ രീതിയായിട്ട് വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക എല്ലാവരെയും. നിങ്ങൾ തന്നെ ഇത് പാസ് ചെയ്തോളൂ. ഇത് ഞങ്ങളെ കുറിച്ചുള്ള കാര്യമൊന്നും അല്ല, ഇത് എന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ ലെറ്ററാണ്. എന്റെ ജോലി ആൾക്കാരെ കളിയാക്കിയിട്ട് അവരുടെ ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ വെറുതെ ഒന്നും ഫോട്ടോ എടുത്ത് തരില്ല. എല്ലാവരും പിങ്ക് കളർ 2000 രൂപയുടെ നോട്ട് കൊണ്ടുവന്നാലും ഞാൻ ഫോട്ടോ എടുത്ത് തരുള്ളൂ. ഫ്രീ ആയിട്ട് ഞാൻ എന്റെ പട്ടിക്ക് പോലും ഫോട്ടോ എടുത്ത് കൊടുക്കാറില്ല. നമ്മുടെ എല്ലാ കാര്യവും ഇവർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഞാനാണ് മുടിയുടെ ഡോക്ടർ ഹോബി. പണ്ട് എല്ലാവരുടെയും മുടി വെട്ടി കൊടുക്കുമായിരുന്നു. കസ്റ്റമേഴ്സ് പറയുന്ന ഹെയർ സ്റ്റൈൽ അല്ല ഞാൻ വെച്ച് കൊടുക്കാറ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈലാണ് വെച്ച് കൊടുക്കാറ്. ഞാനും യൂങ്ങി പണ്ടേ ഫ്രണ്ട്സ് ആണ്. ഓ കൺഗ്രാജുലേഷൻസ് ബ്രോ. ഞാൻ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ ഒന്നും വെട്ടിക്കൊടുക്കില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് വെട്ടിക്കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ പ്രാന്തൻ ഡോക്ടർ എന്നാണ് വിളിക്കാറ്. ഞാൻ ഇങ്ങനെ മുടി വെട്ടിക്കൊടുക്കുന്ന കാരണം കുറെ പേര് എനിക്ക് കൊട്ടേഷൻ വരെ തന്നിട്ടുണ്ട് എന്നെ കൊല്ലുമെന്നൊക്കെ. കാരണം നീ ഒരാളുടെ ചെവി വെട്ടിക്കളഞ്ഞതല്ലേ. ഞാനാണ് ചെവി കളഞ്ഞിട്ടില്ല. ഞാനാണ് JK ദ ഡോൺ. കളികളുടെ രാജാവാണ് ഞാൻ. എന്റെ അടുത്ത് ആരും ജയിക്കാറില്ല. ഞാനാണ് എല്ലാ തവണയും ജയിക്കാറ്. കാരണം ഞാൻ കളിക്കുന്ന മൊത്തം കള്ളക്കളിയാ. ഞാൻ PUBG ആണ് കളിക്കാറ്. PUBG ഇന്ത്യ ബാനാണ്, എന്നാലും ഞാൻ PUBG ആണ് കളിക്കാറ്. അതിൽ ആൾക്കാർക്ക് എന്നെയും കൊല്ലാം, എനിക്കും ആൾക്കാരെ കൊല്ലാം. ഞാനതിൽ പ്രോ ആണ്. ഓ നീ പ്രോ ആണ്, ഞാൻ അപ്പുറത്തെ പ്രോ ആണ്. ഞാനാണ് നാട്ടിലെ ഏറ്റവും ക്യൂട്ട് ആയിട്ടുള്ള കൊച്ചു മൂച്ചി. എന്നെ കണ്ടാ ഭയങ്കര പാവം ക്യൂട്ട് ഒക്കെയാണ്. പക്ഷെ ഞാൻ അകത്ത് വലിയ ആറ്റം ബോംബാണ്. ക്യൂട്ട് ഗുണ്ട. ഞാൻ പണ്ടേ പറയുന്നല്ലേ, കണ്ടാ കൊച്ചാന്നേ തോന്നുള്ളൂ, പക്ഷെ സാധനം വലിയ മുറ്റു സാധനം കേട്ടോ. പിള്ളേരുടെ കയ്യിൽ നിന്ന് ലോലിപ്പോപ്പ് തട്ടിപ്പറിച്ച് തിന്നുന്നതാണ് എന്റെ മെയിൻ ജോലി. ഇവൻ അസൽ ഗുണ്ട തന്നെ. അപ്പുറത്തെ വീട്ടിലെ വഴക്ക് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ വഴക്ക് ഞാൻ കാരണം തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നീ കാരണമാണ് 4 ആന്റികൾ അവിടെ മുടിയും വലിച്ചു പിടിച്ചിട്ട് നിൽക്കുന്നത്. അവർക്കിപ്പോ മുടിയൊന്നും കാണുകയില്ല. ഞാനാണ് നാട്ടിലെ ഏറ്റവും കോടീശ്വരനായ വി. എന്റെ കയ്യിൽ നിന്നാണ് അമ്പാനി വരെ ലോൺ വാങ്ങാനായിട്ട് പൈസയും വാങ്ങിക്കൊണ്ട് പോകാറ്. ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളുടെയും ഹാർട്ട് എന്റെ കയ്യിലാണ്. ഇപ്പോൾ എന്റെ നോട്ടം JKയുടെ കടയിലേക്കാണ്. ആ കട എന്ത് കാരണവശാലും ഞാൻ തട്ടിപ്പറിച്ചിട്ടേ ഞാൻ അടങ്ങൂ. എന്താടാ ഞാനങ്ങനെ കയറിയില്ല, നീ നിന്റെ കാര്യം നോക്കിപ്പോടാ. ഞാൻ എന്തിനു പറഞ്ഞു? ഞാനത് വാങ്ങിച്ചിട്ടേ അടങ്ങൂ. ഇനി മുതൽ നീയാണ് എന്റെ അച്ഛൻ. ഞാനാണ് സ്മാർട്ട് വെയിറ്റർ RM. കല്യാണങ്ങളിൽ ഭക്ഷണം വിളമ്പുന്നതാണ് എൻ്റെ പാർട്ട് ടൈം ജോബ്. പക്ഷേ എല്ലാ കല്യാണത്തിൽ നിന്നും എന്നെ ഇറക്കി വിടാറുണ്ട്. കാരണം എല്ലാ മണ്ഡപത്തിൽ നിന്ന് കല്യാണ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ പുറകെ കൂടി വരും.
അങ്ങനെ അവരുടെ കല്യാണവും ക്യാൻസൽ ആവും. നീ എന്നെ മാജിക്കാണ് ചെയ്യാറ്? ഇത് മാജിക് ഒന്നും അല്ലടാ, കഴിവാടാ. ഇന്ന് ആർമിയുടെ ബോംബ് പൊട്ടിച്ചാണ് കണ്ടുപിടിച്ചിട്ട് അടങ്ങും. എനിക്ക്